വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എണ്ണിത്തീർത്തിടാമോ അവൻ ചെയ്തത്. വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എണ്ണിത്തീർത്തിടാമോ അവൻ ചെയ്തത്. ആയിരമായി സ്തുതിച്ചിടുന്നേ, ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. ആയിരമായി സ്തുതിച്ചിടുന്നേ, ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. ശാപരോഗമായതെന്റെ ഭീതിയാൽ നാശഗർത്തത്തിൽ പതിക്കും നേരത്തിൽ. പാപശാപരോഗമായതെന്റെ ഭീതിയാൽ നാശഗർത്തത്തിൽ പതിക്കും നേരത്തിൽ. സ്നേഹഹസ്തം നീട്ടിയെന്നേ നിൻ തിരുരാജ്യത്തിലാക്കിയല്ലോ. സ്നേഹഹസ്തം നീട്ടിയെന്നേ നിൻ തിരുരാജ്യത്തിലാക്കിയല്ലോ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചതെൻ ജീവിതം. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചതെൻ ജീവിതം. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. ഇന്ന് രാവിലെയുള്ള ധ്യാനത്തിനായി എബ്രായ ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യം നമുക്ക് വായിക്കാം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. എങ്ങനെയുള്ള വിരോധമാണ് എന്ന് 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്ക്. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയുന്നതായ ഒരു കാര്യം, നമ്മുടെ ഉള്ളിൽ നാം ക്ഷീണിച്ച് മടുത്തു പോകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതത്രേ. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നാം ക്ഷീണിച്ചു പോകാം. അങ്ങനെ നാം ക്ഷീണിച്ചു പോകുന്നുവെങ്കിൽ
അതോടനുബന്ധിച്ച് നാം മടുത്തു പോകുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ പലപ്പോഴും നാം ക്ഷീണിതരായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തുവാൻ സാധിക്കും. ജീവിതയാത്രയിൽ നമ്മെ ക്ഷീണിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൽ അതിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു എന്നാണ്. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതായ സമയത്തെ സംബന്ധിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മരുഭൂമിയിലൂടെ അവർ കടന്നു വരുമ്പോൾ വഴി നിമിത്തം അവരുടെ മനസ്സ് ക്ഷീണിച്ചു പോയി. എന്താ ഈ വഴി നിമിത്തം മനസ്സ് ക്ഷീണിക്കാൻ ഇടയായത്? സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൻ്റെ ആരംഭഭാഗത്തിൽ നാം കാണുന്നത് ഇസ്രായേൽ ജനം സീൻ മരുഭൂമിയിലെത്തി. ജനം കാദേശിൽ പാർത്തു. അവിടെ വെച്ച് മിരിയാം മരിച്ചു. അവിടെ അവളെ അടക്കം ചെയ്തു. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം ഭാരമുണ്ടാക്കിയതായ ഒരു കാര്യമായിരിക്കും. നമ്മുടെ ജീവിതയാത്രയിൽ പലരും നമ്മെ വിട്ടുപിരിയുന്നത് നമ്മുടെ മനസ്സിനെ വല്ലാതെ ക്ഷീണിപ്പിക്കുന്നതായ കാര്യമാണ്. ഒരുപക്ഷെ നമുക്ക് താങ്ങാനാവാത്ത ഭാരമുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന, നമ്മുടെ മനസ്സിനെ വല്ലാതെ ക്ഷീണിപ്പിക്കുന്നതായ ഒരു കാര്യമായിട്ട് നമ്മുടെ പ്രിയമുള്ളവരുടെ വേർപാട് ഒരുപക്ഷെ നമുക്ക് അനുഭവപ്പെടുന്നു വരാം. തുടർന്ന് നാം കാണുന്നത് കാദേശിൽ വെച്ച് ജനത്തിന് കുടിപ്പാൻ വെള്ളമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവർ വല്ലാതെ ദാഹിച്ചു. ഈ 600,000 ആളുകൾക്ക് വെള്ളം കൊടുക്കുവാനായി അത്ര എളുപ്പമല്ല, അതും മരുഭൂമിയിൽ. അങ്ങനെ ജനം വല്ലാതെ വിഷമിച്ചു. ദാഹജലത്തിനായി അവർ വല്ലാതെ ആഗ്രഹിച്ചു. അവർ വല്ലാതെ ക്ഷീണിച്ചു. ഈ ചൂടേറിയ മരുഭൂമിയിൽ ദാഹജലമില്ലാതെ ഈ കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം ആളുകളും വല്ലാതെ വിഷമിക്കുന്നതായ ഒരു കാഴ്ചയാണ് 20-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അടുത്തതായി അവർ നേരിട്ടതായ പ്രശ്നം കാദേശിൽ കൂടെ ഒന്ന് നടന്നു പോകുന്നതിനെ സംബന്ധിച്ചുള്ളതായ ഒരാവശ്യമാണ്. കാദേശിൻ്റെ അധികാരിയായ ഏദോം രാജാവിൻ്റെ അരികിൽ മോശ ദൂതന്മാരെ അയച്ചിട്ട് പറയുകയാണ്, നിന്റെ ദേശത്തുകൂടെ ഞങ്ങൾക്കൊന്ന് കടന്നു പോകുവാനുള്ള അനുവാദം തരണം. ഞങ്ങൾ അവിടെ നിന്ന് ഒന്നും എടുക്കുകയില്ല, ഇടത്തോട്ടോ വലത്തോട്ടോ ഞങ്ങൾ തിരിയുകയില്ല, നിന്റെ വയലുകളിലോ മുന്തിരിത്തോട്ടങ്ങളിലോ ഒന്നും ഞങ്ങൾ കയറുകയില്ല, കിണറ്റിലെ വെള്ളം ഞങ്ങൾ കുടിക്കുകയില്ല, ഞങ്ങൾ രാജപാതയിൽ കൂടെ തന്നെ നടക്കും, നിന്റെ അതിർ കഴിയും വരെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുകയില്ല. ഇനി അഥവാ ഞങ്ങളുടെ കന്നുകാലികൾ നിന്റെ വെള്ളം കുടിച്ചു പോയാൽ അതിന് വില ഞങ്ങൾ തരാം, ഞങ്ങളെ ഒന്ന് അനുവദിച്ചാൽ മാത്രം മതി. അതിന് ഏദോം രാജാവ് പറഞ്ഞത് സാധ്യമല്ല എന്നാണ്. വാസ്തവത്തിൽ അവർ സഹോദരന്മാരാണ്, ഇസ്രായേലിൻ്റെ സഹോദരന്മാർ തന്നെയാണെങ്കിലും ഏദോം രാജാവ് പറയുകയാണ്, എൻ്റെ അതിരിൻ്റെ അകത്തുകൂടെ നീ കടക്കുവാൻ പാടില്ല. അവർ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, 20-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഏദോം ബഹുസൈന്യത്തോടും ബലമുള്ള കയ്യോടും കൂടെ അവൻ്റെ നേരെ പുറപ്പെട്ടു എന്നാണ്. അങ്ങനെ ഇസ്രായേൽ അവനെ വിട്ട് ഒഴിഞ്ഞുപോയി. അതുകൊണ്ടും തീർന്നില്ല. അടുത്ത പ്രശ്നം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുകയാണ്. ഹോർ പർവ്വതത്തിൽ വെച്ച് അഹരോൻ മരിച്ചു. അഹരോനും ആ ജനത്തെ വിട്ടുപിരിഞ്ഞു. പ്രിയമുള്ളവരെ, ഈ യാത്രയിൽ അവർ നേരിട്ടതായ പ്രശ്നങ്ങൾ അവരുടെ മനസ്സിനെ വല്ലാതെ ക്ഷീണിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ടൊക്കെയാണ് നാം സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൽ വായിക്കുന്നത്, വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു പോയി എന്നുള്ളത്. ഈ ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മുടെ മനസ്സ് ക്ഷീണിച്ചു പോകാം. എന്തെല്ലാം അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നമ്മെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന, നമ്മുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ
ഈ ലോക ജീവിത യാത്രയിൽ നമുക്കെതിരായി കടന്നു വരാം. അതുകൊണ്ട് ഈ ജീവിതയാത്രയിൽ നമ്മുടെ മനസ്സ് വിഷമിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. ഇത് പറയുമ്പോൾ ധാരാളം പേരുടെ മുഖം എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. ചെറുപ്പകാലത്ത് നല്ല സുസ്മേരവദനരായി നടന്നിരുന്ന, നല്ല സന്തോഷത്തോടുകൂടെ, നല്ല ആരോഗ്യത്തോടുകൂടെ ആക്റ്റീവായി നടന്നിരുന്ന ധാരാളം സഹോദരി സഹോദരന്മാർ. എന്നാൽ അവരുടെ ജീവിതത്തിലെ ഭാരപ്പെടുത്തുന്ന, നൊമ്പരപ്പെടുത്തുന്ന ഒരുപാട് അനുഭവങ്ങളിലൂടെ അവർ കടന്നുപോയി കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് അവർ ക്ഷീണിതരായി തീർന്നു. അവരുടെ മുഖത്തെല്ലാം ചുളിവുകൾ വീണു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർ വളരെയേറെ പ്രായമുള്ളവരായി തോന്നത്തക്ക നിലയിൽ അവരുടെ മുഖഭാവം തന്നെ മാറിപ്പോയ അനേകരുണ്ട്. അവരുടെ ഹൃദയത്തിലെ ഭാരം താങ്ങാനാവാതെ വല്ലാതെ ക്ഷീണിച്ചു പോയവരുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ട് മനസ്സ് ക്ഷീണിച്ചു പോയ ധാരാളം പേരുണ്ട്. ഇന്ന് രാവിലെ ദൈവവചനം നമ്മോട് പറയുകയാണ്, നിന്റെ ജീവിതയാത്രയിൽ നിന്റെ മനസ്സിനെ ക്ഷീണിപ്പിക്കുന്നതായ ഒട്ടനവധി കാര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം. എപ്പോഴും സന്തോഷം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല. നമ്മെ നൊമ്പരപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ മനസ്സിനെ ക്ഷീണിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കാം. എന്നാൽ എബ്രായ ലേഖനകാരൻ പറയുന്നതായ കാര്യം എന്താണ്? നിന്റെ മനസ്സ് ക്ഷീണിക്കാതിരിക്കുന്നതിന് നീ ചെയ്യേണ്ടുന്നതായ ഒരു കാര്യം കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കുക എന്നുള്ളതാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുന്ന ഒരു വ്യക്തിക്ക് ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കേണ്ടതായി വരുന്നില്ല. നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഒരുവൻ, നമ്മുടെ മനസ്സ് ക്ഷീണിക്കുമ്പോൾ നമുക്ക് ധൈര്യം നൽകുന്നവൻ, പ്രത്യാശ നൽകുന്നവൻ, ആശ്വസിപ്പിക്കുന്നവൻ ഒരുവൻ മാത്രമാണ്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. തൻ്റെ ഏകമകൻ്റെ ശവമഞ്ചത്തിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരുന്ന നയിൻ പട്ടണത്തിലെ വിധവയെ സംബന്ധിച്ച് നാം കാണുന്നുണ്ട്. അവരുടെ മനസ്സിൻ്റെ വിഷമം കാണുവാൻ നമുക്ക് കഴിയുമോ പ്രിയമുള്ളവരെ? ഈ ലോകത്തിലെ തൻ്റെ ഏക ആശ്രയമായിരുന്ന ഏക മകൻ അവൻ മരിച്ചു. അവൻ്റെ ശവമഞ്ചവുമായി പോകുന്നവരുടെ പിന്നാലെ ഏറ്റവും വലിയ വിഷമത്തോടുകൂടെ പോകുന്നതായ ആ മാന്യ സഹോദരിയുടെ മനസ്സിൻ്റെ വിഷമം ഒന്ന് കാണുവാൻ നമുക്ക് സാധിക്കുന്നു. അങ്ങനെ വല്ലാതെ കരഞ്ഞുകൊണ്ടാണ് അവർ പോകുന്നത്. ജീവിതത്തിലെ എല്ലാ ആശയും നശിച്ചുപോയി, എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചുപോയി. അങ്ങനെ വല്ലാതെ വിഷമിച്ചു പോകുന്ന ആ സഹോദരിയുടെ മനസ്സ് കണ്ട കർത്താവ് അവരുടെ അരികിൽ ചെന്നിട്ട് പറയുകയാണ്, കരയണ്ട. അവരോട് കരയേണ്ട എന്ന് പറയുവാൻ ആ ആൾക്കൂട്ടത്തിൽ ആർക്കും സാധ്യമല്ല. ഒരുപക്ഷെ ധാരാളം ആളുകൾ ആ ശവമഞ്ചത്തെ അനുധാവനം ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാൽ അവർക്ക് ആർക്കും ആ സഹോദരിയെ ആശ്വസിപ്പിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ കർത്താവ് അവരോട് പറയുകയാണ്, കരയണ്ട. കരയണ്ട എന്ന് പറയുവാൻ അധികാരമുള്ളവൻ, കഴിവുള്ളവൻ ഒരുവൻ മാത്രമാണ്. അവൻ കരയണ്ട എന്ന് പറയുന്നവൻ മാത്രമല്ല, അവരുടെ നഷ്ടത്തെ നികത്തി കൊടുക്കുന്നവൻ കൂടെയാണ്. ആ മകനെ തിരിച്ചു കൊടുക്കുവാൻ കഴിവുള്ളവൻ കൂടെയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ദൈവവചനം നമ്മോട് പറയുകയാണ്, നിന്നെ ആശ്വസിപ്പിക്കുവാൻ കഴിവുള്ള ഒരേ ഒരുവൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ എൻ്റെ വാക്കുകളെ ശ്രവിക്കുന്ന ആരെങ്കിലും മനസ്സ് ക്ഷീണിച്ചിരിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ നാം മുൻപേ ചിന്തിച്ചതുപോലെ തങ്ങളുടെ പ്രിയമുള്ളവരുടെ വേർപാട് നിമിത്തമാകാം, അല്ലെങ്കിൽ ജീവിത യാത്രയിൽ, ഈ മരുഭൂയാത്രയിൽ നാം നേരിടുന്നതായ പ്രയാസ പ്രശ്നങ്ങൾ നിമിത്തമാകാം, അതുമല്ലെങ്കിൽ മറ്റുള്ളവരാൽ നേരിടുന്നതായ പീഡകൾ നിമിത്തമാകാം. ഏതെങ്കിലും ഒക്കെ നിലയിൽ നമ്മുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാവിലെ ഈ വാക്കുകളെ ശ്രവിക്കുന്നുവെങ്കിൽ കർത്താവായ യേശുവിനെ നോക്കുക. നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നവൻ, നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ കഴിയുന്നവൻ, നിങ്ങളുടെ നഷ്ടങ്ങളെ ലാഭമാക്കി തരുവാൻ കഴിവുള്ളവൻ, നിങ്ങളെ തലോടുന്നവൻ,
നിങ്ങളുടെ കണ്ണുനീരൊപ്പുന്നവൻ, നിങ്ങളെ സഹായിക്കുന്നവൻ ആ കർത്താവായ യേശു മാത്രം. യേശുവിനെ ഇന്ന് രാവിലെ നോക്കുവാൻ നമുക്ക് സാധിക്കുമോ? എബ്രായ ലേഖനകാരൻ പറയുന്നുണ്ട്, കർത്താവായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്ന്. രാവിലെ ആ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കാം. അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തിയെല്ലാം അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. നമ്മുടെ ജീവിതം ഒരുപക്ഷെ നിരാശാപൂർണമായി പോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിനെ സന്തോഷത്തിലേക്ക് നയിക്കുവാൻ ലോകപ്രകാരമുള്ള സന്തോഷമല്ല, അതിനേക്കാൾ ഉപരിയായി ആത്മീയമായ വലിയ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നൽകിത്തന്ന്, ജീവിതത്തിന് അർത്ഥം നൽകിത്തരുന്ന, ജീവിതത്തിന് പ്രത്യാശ നൽകിത്തരുന്ന, പ്രതീക്ഷ നൽകിത്തരുന്ന ആ കർത്താവിൻ്റെ അരികിലേക്ക് അടുത്തു വരാം. ഇന്ന് രാവിലെ ഈ ദൈവവചനം നമ്മെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ലതും വിശേഷതയേറിയതുമായ ഈ സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവെ, പലപ്പോഴും ഞങ്ങളുടെ മനസ്സ് ക്ഷീണിച്ച് ഞങ്ങൾ മടുത്തു പോകുവാൻ സാധ്യതയുള്ളപ്പോൾ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരുവൻ ഞങ്ങൾക്കുള്ളതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഇസ്രായേൽ ജനം വഴി നിമിത്തം മനസ്സ് ക്ഷീണിച്ചതുപോലെ ഞങ്ങളുടെ മരുഭൂപ്രയാണത്തിൽ കർത്താവെ പലപ്പോഴും ഞങ്ങൾ ക്ഷീണിതരായി തീർന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ ഈ വചനം ശ്രദ്ധിച്ച ആരെങ്കിലും കർത്താവെ അവരുടെ മനസ്സ് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നുവെങ്കിൽ അവിടുത്തെ ദിവ്യമായ ആശ്വാസം അവർക്ക് നൽകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ആരെങ്കിലും കർത്താവെ വല്ലാതെ ക്ഷീണിച്ച് മടുത്തു പോകുവാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അവരെ അവിടുന്ന് ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണം. കർത്താവെ, അവരുടെ മനസ്സിന് ധൈര്യം കൊടുത്ത്, പ്രതീക്ഷ കൊടുത്ത്, പ്രത്യാശ കൊടുത്ത് അവരെ ധൈര്യത്തിലേക്ക് കൊണ്ടുവന്ന് സന്തോഷത്തോടെ ജീവിക്കുവാൻ തക്കോണം അവരെ ബലപ്പെടുത്തണമേ കർത്താവെ. അവരുടെ ജീവിതത്തിൽ അവർ തനിയല്ല, അവിടുന്ന് അവരുടെ കൂടെ ഉണ്ടെന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരെ സഹായിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. അവിടുത്തെ ദിവ്യമായ സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.